25 പേരുടെ ജീവനെടുത്ത ഗോവ നിശാ ക്ലബ് അപകടത്തിൽ പ്രതി ചേർത്ത ക്ലബ്ബ് ഉടമകൾ ഒളിവിൽ. ലുദ്ര സഹോദരന്മാരെ ഗൗരവ്, സൗരഭ് എന്നിവർ അന്നേ ദിവസം തന്നെ രാജ്യം വിട്ടെന്നാണ് കണ്ടെത്തൽ. ഇവരുടെ ഉടമസ്ഥതയുള്ള പബ്ബുകൾ പൊളിക്കാൻ ഗോവൻ സർക്കാർ നിർദ്ദേശം നൽകി. ശനിയാഴ്ച രാത്രിയാണ് ഗോവയെ ഞെട്ടിച്ച് അപകടമുണ്ടായത്. ബിർച്ച് ബൈ റോമിയോ ലൈൻ എന്ന പേരിലുള്ള നിശാ ക്ലബിലെ തീപിടുത്തത്തിൽ വിനോദസഞ്ചാരികളും ജീവനക്കാരുമടക്കം 25 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടമെന്നാണ് പ്രാഥമിക നിഗമനം. ക്ലബിലെ പാർട്ടിക്കിടെ പടക്കം പൊട്ടിച്ചതും അപകടത്തിന്റെ ആഘാതം കൂട്ടിയെന്ന് സംശയമുണ്ട്. ഇത് സംബന്ധിച്ച അന്വേഷണം തുടരുകയാണ്. സംഭവത്തിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് 1ഉം 2ഉം പ്രതികളായ സഹോദരങ്ങളായ ക്ലബിന്റെ ഉടമകൾ മുങ്ങിയത്. അപകട സമയം ഇരുവരും ഡൽഹിയിലായിരുന്നു. അപകട വാർത്ത അറിഞ്ഞ ഉടൻ ക്ലബിലേക്ക് തിരികെ പോകാതെ ഇരുവരും രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു. ശനിയാഴ്ച തന്നെ ഇരുവരും ഡൽഹിയിൽ നിന്ന് തായ്ലൻഡിലെ ഫുക്കറ്റിലേക്കുള്ള ഇൻഡിഗോ വിമാനത്തിൽ രക്ഷപ്പെട്ടു. രാജ്യവ്യാപകമായി സർവീസിൽ പ്രതിസന്ധിയുണ്ടായിരുന്ന ഇൻഡിഗോ എയർലൈൻസിന്റെ ഫ്ലൈറ്റുകളിൽ പറന്നുയർന്ന ചുരുക്കം ചില ഫ്ലൈറ്റുകളിൽ ഒന്നിലാണ് ഇരുവരും രാജ്യം വിട്ട് കരപറ്റിയത്. ലുദ്ര സഹോദരങ്ങളായ ഗൗരവിനും സൗരഭിനുമെതിരെ ഇമിഗ്രേഷൻ ബ്യൂറോ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചു. ഇവരുടെ ഡൽഹിയിലെ വസതിയിൽ നോട്ടീസും പതിച്ചു. രാജ്യം വിട്ട ഇരുവരെയും പിടികൂടാൻ ഗോവ പോലീസ് CBIയുടെ ഇന്റർപോൾ ഡിവിഷനുമായി ബന്ധപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ CBI ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിനായി ഇന്റർപോളുമായി ബന്ധപ്പെട്ടതായാണ് വിവരം. അതേസമയം തായ്ലൻഡിലേക്ക് രക്ഷപ്പെട്ട പ്രതികളിൽ ഒരാളായ സൗരഭ് അപകടത്തെ അപലപിച്ച് ഇൻസ്റ്റഗ്രാം പോസ്റ്റിട്ടു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും പരിക്കേറ്റവർക്കും പരമാവധി സഹായം ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു ഇൻസ്റ്റാ പോസ്റ്റ്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.